ഈ അടുത്ത സമയത്തുണ്ടായ ഒരു വഞ്ചനയുടെ ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. വഞ്ചന എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജീവനക്കാരെ വഞ്ചിച്ചേക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരള ഗവൺമെൻറ്, അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് അല്ല. അതായത് ഗവൺമെൻറ് ഹൗസിംഗിന് ഒരു ലോൺ ഉണ്ടായിരുന്നു നേരത്തെ. ആ ഹൗസിംഗ് ലോൺ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഇടപാട്, അത് ഗവൺമെൻറ് അത് 20 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. ഇപ്പോൾ അതില്ല. കാരണം 2017 ഇത് നിർത്തി. കുറേ പേർക്ക്, ഒരുപാട് ജീവനക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടി. കാരണം അത് അവർ ഗവൺമെൻറ് അഡ്വാൻസ് കൊടുക്കും. എന്നിട്ട് ഈ ശമ്പളം, അവരുടെ ശമ്പളത്തിൽ ഇന്ന് ഇത് കട്ട് ചെയ്ത് തന്നെ സ്വമേധയാ അതങ്ങ് പോവും. അത് അടച്ചോളും, അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് എടുക്കും. കാരണം ഇവർ കുടിശ്ശികയൊന്നും വരുത്താൻ നോക്കത്തില്ല. കാരണം സാലറിയിൽ നിന്ന് കട്ട് ചെയ്താണ് അത് എടുക്കുന്നത്. ഇങ്ങനെ എടുത്ത ഒരുപാട് ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാം ശമ്പളത്തിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. മിക്കവാറും ഒക്കെ അടച്ച് തീരാറായവരുണ്ട്. ശകലം അല്പം എങ്ങാനോ അടയ്ക്കാൻ ബാക്കിയുള്ളവർ ചിലപ്പോൾ കണ്ടേക്കും, അത്രയേ ഉള്ളൂ. എന്നാലും ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് തീരുന്നവരെ കട്ട് ചെയ്യും. ഇത് ഈ അടുത്ത സമയത്ത് ആളുകൾക്ക് നോട്ടീസ് കിട്ടി തുടങ്ങി ഒരു ബാങ്കിൽ നിന്ന്. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നോട്ടീസുകളാണ് വന്നേക്കുന്നത്. വലിയ എമൗണ്ട് ചോദിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്, കുടിശ്ശിക. അതായത് നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തു, അതിൻ്റെ കുടിശ്ശിക. ഹൗസിംഗ് ലോൺ എടുത്ത എന്താണ്, ഇതെല്ലാം കൂടെ ഗവൺമെൻറ് ഈ 2017 ഇത് നിർത്തലാക്കിയിട്ട് നേരെ ഇവർക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഹാൻഡ് ഓവർ ചെയ്തു. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്ത്, ഈ ജീവനക്കാരെ അറിയിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ചതിയും വഞ്ചനയാണെന്ന്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ജീവനക്കാരോട് പൊതുജനങ്ങൾക്ക് അത്ര ഒരു മതിപ്പൊന്നുമില്ല. കാരണം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാവവും തിന്നു തീർക്കുന്നത് ഗവൺമെൻറ് ജീവനക്കാരാണ് എന്നൊരു ആശയം ഉണ്ട്. അത് സത്യവുമാണ്. കാരണം അവർക്ക് ശമ്പളം കൊടുത്താണ് ഇതൊക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവരില്ലാതെ ഭരിക്കാൻ നടക്കൂ. ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും ഇവർ വേണമല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ആ ഒരു കാരണം കൊണ്ട് മറ്റാളുകൾക്ക്, അതായത് പ്രത്യേകിച്ച് സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവരിൽ വലിയ താല്പര്യമില്ല. പക്ഷേ ഇതൊരു വഞ്ചനയല്ലേ ഈ പറഞ്ഞത്. അവരാരും ആയിക്കോട്ടെ, അവരെന്തായിക്കോട്ടെ, അവർ ഒരു ലോൺ എടുക്കുന്നു. അവർക്ക് വിശ്വസിപ്പിച്ചേക്കുന്ന അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന തുകയെല്ലാം ഇതിനകത്ത് വരവ് വെച്ച് റെഡിയായി അവർക്ക് ഇനി അത് അടച്ചു തീർക്കാം, ഒരു കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതാണ്. അങ്ങനെ അടച്ചു തീർത്തവർക്കൊക്കെയാണ് ഈ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ കുടിശ്ശിക ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഒരു അധ്യാപകൻ എഴുതി ചോദിച്ചു ഇത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിനോട്, ഇത് എവിടുന്നാണ് ഈ കുടിശ്ശികയുടെ കാര്യം വന്നേക്കുന്നതെന്ന്. ഉടനെ അവർ പറഞ്ഞെന്തെന്നറിയോ, ഞങ്ങളതൊരു ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. ആ ഏജൻസിയാണ് ബോംബെയിലുള്ള ഒരു ഏജൻസി. കാരണം ഇപ്പം ഗവൺമെൻറ് ഇതെല്ലാം കൂടെ കൂട്ടി റെഡിയാക്കി എടുത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന് കൊടുത്തു. അപ്പം ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തുക അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ തുക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സാലറി ഇത് ഓട്ടോമാറ്റിക് ഡിഡക്ഷനാണ്, ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ തുകയൊന്നും ബാങ്കിന് കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നിട്ട് ബാങ്ക് എന്തായെന്നറിയോ, ഈ വലിയ ഹ്യൂജ് എമൗണ്ട് കുടിശ്ശിക, പെനാൽറ്റിയൊക്കെ വലിയ തുകയാണ് വരുന്നത്. ഇതെല്ലാം കൂടെ വാരി കെട്ടിയിട്ട് ഒരു ഏജൻസിക്ക് കൊടുത്തു, പിടിച്ചീടാക്കാക്കി. അതായത് ഈ കത്തിയെടുക്കുന്നവരുണ്ടല്ലോ, അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ബാങ്കുകാർ ഇപ്പോൾ ചിലയിടത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന്മാർ വന്ന് ഇനി വേറെ ആളുകളാ വന്ന് വരട്ടാനും ഭീഷണിപ്പെടുത്താനും വരുന്നത്. ഈ ജീവനക്കാരോട് ഇതിലും വലിയൊരു വഞ്ചന കാണിക്കുന്നുണ്ട്. ശമ്പളത്തിൽ നിന്ന് മുഴുവൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ. എന്നിട്ട് ഈ തുക ആ ബാങ്കിന് കൊടുക്കാതെ, ജീവനക്കാരെ പോലും അറിയിക്കാതെ ഈ ലോൺ ഇടപാട് നേരെ പഞ്ചാബ് നാഷണൽ ബാങ്കിന് മാറി. ഈ തുക ആ ബാങ്കിന് അടയ്ക്കുന്നതുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഇത് കുടിശ്ശിക വലിയ എമൗണ്ട് ചോദിച്ചുകൊണ്ട് ഇപ്പം ബ്ലേഡുകാർ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ വീട്ടിൽ. വലിയ ബുദ്ധിമുട്ട് ജീവനക്കാർക്കുണ്ടാവും കേട്ടോ. അത് പ്രതികരിക്കണം. ഇതാണ് വേണ്ടത്. കാരണം ഇത്രയും വലിയൊരു ചതിവും വഞ്ചനയും ഞാൻ കണ്ടിട്ടില്ല.